ഞങ്ങൾക്ക് ബാധ്യതയാണ്. ഇനി ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇത് പറഞ്ഞു തീരുന്നതിന്റെ ഒരു കാര്യം കൂടെ മറന്നു. ലോകത്ത് ഏറ്റവും സഹിഷ്ണുത ഖുർആൻ വായിക്കുമ്പോൾ ഉണ്ടാകും മനുഷ്യന്. അതെന്താ? അതൊരു ന്യായവാദമല്ല ഞാൻ പറയുന്നത്. ഇപ്പോ ക്രിസ്ത്യാനികളായ ആളുകളോട് ഞാൻ ചോദിക്കാൻ, മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടെന്താ? ഞാൻ മനസ്സിലാക്കുകയും വായിക്കുകയും എന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മുഹമ്മദ് നബിക്ക് നന്മയുള്ളതായി വിശദീകരിച്ച ഗ്രന്ഥങ്ങൾ ക്രൈസ്തവ ലോകത്ത് കുറവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശക്കാരനാക്കാനാണ് പലപ്പോഴും ശ്രമിച്ചു പോന്നിട്ടുള്ളത്. എന്നാൽ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ നബിയുടെ രൂപമുണ്ടാക്കി അതുപോലെ വാളുമൊക്കെ ആയിട്ട് നിൽക്കുന്ന കാർട്ടൂൺ വരച്ചല്ലോ, ആ കാർട്ടൂൺ വിവാദത്തിലൊക്കെ പങ്കുകൊണ്ടവരാരാ? എന്നാൽ മൂസാ നബി ജൂതന്മാരുടെ പ്രവാചകനാ. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കി, ഇസ്ലാമിനെ ഏറ്റവും എതിർക്കുകയും നബീനെ ഏറ്റവും തെറി പറയുകയും ചെയ്യുന്നവരല്ലേ ജൂതന്മാര്, അല്ലേ? ക്രിസ്തീയ പണ്ഡിതന്മാരിൽ പലരും. എന്നാൽ ലോകത്തൊരു മുസ്ലിം യേശുക്രിസ്തുവിനെ ചീത്ത പറയുക പോയിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ച ഒരു മുസ്ലിമിനെ കാണിക്കാൻ പറ്റും നിങ്ങൾക്ക്? ഒരു മുസ്ലിമിനെ. എന്തുകൊണ്ട്? ഇത് വലിയൊരു പോയിന്റാണ് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? യേശുക്രിസ്തു ഈസാ നബിന്റെ പേര് കേട്ടാൽ ഉടനെ മുസ്ലിം പറയണം അലൈഹിസ്സലാത്തു വസ്സലാം, ദൈവത്തിന്റെ രക്ഷ യേശുക്രിസ്തുവിനുണ്ടാകട്ടെ. മുഹമ്മദ് നബീന്റെ പേര് കേൾക്കുമ്പോൾ പ്രാർത്ഥന പോയിട്ട് നബീനെ കുറിച്ച് മനസ്സിൽ തന്നെ എന്താ തോന്നുക? ചിന്തിക്ക്, ആലോചിക്ക്. ഇനി മുസ്ലിം ലൈബ്രറിയിൽ ചെന്നാൽ യേശുക്രിസ്തു മഹാനായ പ്രവാചകൻ എന്നുള്ള പുസ്തകങ്ങൾക്ക് കിട്ടും. മുഹമ്മദ് നബി മഹാനായ പ്രവാചകൻ എന്നുള്ള ഒരു ലഘുലേഖ ക്രൈസ്തവ ലോകത്ത് ഇന്ന് വരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് നിങ്ങളൊക്കെ പറയണെന്താ? മുസ്ലിങ്ങളാണ് ഏറ്റവും പ്രശ്നം, അല്ലേ? നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ പോയിന്റ് ആലോചിച്ചു. നിങ്ങള് മൂസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ വെറുപ്പല്ല, വെറുത്ത ഓ മുസ്ലിം ആവില്ല എന്നാ ഖുർആൻ പറയുന്നത്. മൂസാ നബി, മോസസ് പ്രവാചകൻ, അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ വെറുത്താൽ ഓ മുസ്ലിം ആവില്ല. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലു ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുൽ വഖാലു സമീനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. രണ്ടാം അധ്യായം സൂറത്ത് ബഖറ 285 വചനം. ഞങ്ങൾ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിച്ചു. ഉണ്ടോ? മുഹമ്മദ് നബി മാത്രമേ ഞങ്ങളെ നബീന? ഞങ്ങളുടെ എല്ലാ നബിമാരിലും. എന്നിട്ടോ ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒരു പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. കേട്ടോ? അങ്ങനെയുള്ളവനെ മുസ്ലിമാവൂ. മാത്രമല്ല, ഈ ആയത്ത് ഉറങ്ങാൻ കിടക്കുമ്പോ ഓതണോ? ഈ ആയത്തോ ഉറങ്ങാൻ കിടക്കുമ്പോ ഓതണം. അതുകൊണ്ട് ഒരു മുസ്ലിമിന് ക്രിസ്ത്യാനികൾ ഇനി നബീനെ പറ്റി എന്തെന്നെ പറഞ്ഞാലും യേശുക്രിസ്തുവിനെ പറ്റി മുസ്ലിങ്ങൾ പറയോ? പറയില്ല. പറഞ്ഞാൽ ഈമാൻ ഉണ്ടാവൂല, പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു. ഈ ഒരു വിശ്വാസം, ഇത്ര വിശാലമായ ഒരു ചിന്ത ഇസ്ലാമിന് എങ്ങനെ കിട്ടി? നിങ്ങൾക്കറിയോ, വിശുദ്ധ ഖുർആനിൽ ആയിഷ ബീവി എന്ന നബിയുടെ ഭാര്യയുടെ പേരില്ല. ഇല്ല. നബിയുടെ മാതാവ് ആമിന ബീവിയുടെ പേരില്ല. നബിയുടെ പൊന്നോമന പുത്രി ഫാത്തിമയുടെ പേരില്ല. ലോകത്താകെ ഒരേ ഒരു സ്ത്രീന്റെ പേരേ ഉള്ളൂ. അതാരറിയോ? മറിയം ബീവി. ഒരേ ഒരു സ്ത്രീയുടെ പേര്. പറ, ഖുർആനിൽ എന്ത് തീവ്രവാദം ഉണ്ടായത്? 34 സ്ഥലത്ത് മറിയം ബീവിയുടെ പേര് പറഞ്ഞു. 34 സ്ഥലത്ത്. ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്ത് മറിയം. ബൈബിളിൽ പോലും ഇല്ല മറിയം എന്ന് പറഞ്ഞ അധ്യായം. ബൈബിളിൽ പോലും ഇല്ല മറിയം എന്ന് പറഞ്ഞ അധ്യായം. ഖുർആനിലാണ് 19-ാം അധ്യായം. ഖുർആനിലെ 3-ാം അധ്യായം 42-ാമത്തെ വചനം. ഇന്നല്ലാഹ ഇസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോക സ്ത്രീകളിൽ ഏറ്റവും ഉന്നത സ്ഥാനം മറിയം ബീവിക്ക്. ഇസ്ലാമിന് എങ്ങനെ ഇത് പറയാൻ കഴിഞ്ഞു? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദിമ മനുഷ്യൻ മുതൽ മുഹമ്മദ് നബി വരെയുള്ള സകല പ്രവാചകന്മാരും പഠിപ്പിച്ച മനുഷ്യന്റെ ജീവിത വിശുദ്ധത ഉൾക്കൊള്ളുന്ന തത്വശാസ്ത്രം. അതാണ് ഇസ്ലാം.